ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല, കപ്പലുകളിലൊക്കെ മിനിമം സ്റ്റാഫിനെ വെച്ചാണ് ജോലി ചെയ്യുന്നത്. ഇവരൊക്കെ ഓവർ വർക്കാണ്. ഓരോ ദിവസവും 2 പോർട്ടിലൊക്കെ പോയി ചരക്ക് ഇറക്കുകയും കയറ്റുകയും ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ സമയത്ത് ഈ സ്റ്റാഫിനൊക്കെ കൃത്യമായി വിശ്രമം കിട്ടിയിട്ടുണ്ടോ, ഇവർ ഉറങ്ങിയിട്ടുണ്ടോ, ഇതൊന്നും ആരും പരിശോധിക്കുന്നില്ല. ഇത്തരം കാര്യങ്ങളിലുള്ള വീഴ്ചകൾ പോലും ഈ കപ്പലിന്റെ അപകടത്തിന് വഴിയൊരുക്കുമെന്നാണ് ഇതേക്കുറിച്ച് വളരെ സാങ്കേതികമായ അറിവുള്ള ഈ കപ്പലുകളിൽ തന്നെ ജോലി ചെയ്യുന്ന ആളുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒട്ടേറെ സാങ്കേതിക പ്രശ്നങ്ങൾ ഇതിനകത്ത് അന്തർലീനമായിട്ടുണ്ട് എന്നുള്ളതാണ് നാം മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഈ കണ്ടെയ്നറുകൾ കൃത്യമായും ഒരു കോഡ് അനുസരിച്ച് വേണം അത് പാക്ക് ചെയ്യാൻ വേണ്ടി. ആ കോഡ് ഇന്റർനാഷണൽ കോഡാണ്. ആ കോഡ് അനുസരിച്ച് അത് പാക്ക് ചെയ്തില്ലെങ്കിൽ ഇതിന്റെ ബാലൻസിങ്ങിൽ വ്യത്യാസം വരാം, അതുകൊണ്ട് ഫ്രിക്ഷൻ ഉണ്ടാവാം, അതുകൊണ്ട് സ്ലിപ്പ് ചെയ്യാം. ഇതൊക്കെ അപകടം, പ്രത്യേകിച്ച് കെമിക്കൽ സാധനങ്ങളോ എക്സ്പ്ലോസീവ് സാധനങ്ങളോ ഒക്കെ നിറച്ച കണ്ടെയ്നറുകളാകുമ്പോൾ ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നേരത്തെ പറഞ്ഞതുപോലുള്ള ബാലിസ്റ്റിംഗ് കൺട്രോളിങ്, ഇതിനെല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് പ്രോഗ്രാമിംഗ് ഉണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടാണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അത്രമാത്രം ആധുനിക കാലത്ത് അത്രമാത്രം ശാസ്ത്രീയമായി നിരീക്ഷണവും പരീക്ഷണവും ഒക്കെ നടത്തിയിട്ടാണ് ഈ കാർഗോ ഷിപ്പുകൾ ഈ കടലിൽ കൂടി യാത്ര ചെയ്യുന്നത്. എന്നിട്ട് പോലും തുടർച്ചയായിട്ട് 2 അപകടങ്ങൾ കേരള തീരത്ത് ഉണ്ടായി എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് വളരെയേറെ അത്ഭുതവും ആശങ്കയും ഉണ്ടാക്കുന്ന കാര്യമാണ്.